ഹലോ എവരി വൺ, എല്ലാവർക്കും ക്ലോവർ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ 6th ചാപ്റ്ററായ ശ്രീ രാം പ്രസാദ് ബിസ്മിൽ എഴുതിയ മേരി മാ മനസ്സിലാക്കാം. മേരി മാ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ. ആദ്യം നമുക്ക് കവിയെ പരിചയപ്പെടാം. ലേഖക് സെ പരിചയം. भारत के स्वतंत्रता संग्राम में अनेक क्रांतिकारी वीरों ने अपना बलिदान दिया. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ പോരാട്ടത്തിൽ ഒരുപാട് ക്രാന്തികാരി എന്ന് പറഞ്ഞാൽ വിപ്ലവകാരികളായ ഒരുപാട് ധീരന്മാർ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. ബലിദാൻ ദിയ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. सरफरोशी की तमन्ना जैसा तराना लिखने वाले राम प्रसाद बिस्मिल भी उन्हीं क्रांतिकारियों में से एक थे. സർഫറോഷി കി തമന്ന എന്ന ആ മധുരമായ സംഗീതം എഴുതിയ, തരാന എന്ന് പറഞ്ഞാൽ മധുരമായ ആ സംഗീതം അത് എഴുതിയ രാം പ്രസാദ് ബിസ്മിൽ അദ്ദേഹവും ആ വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു. मात्र 30 वर्ष की आयु में अंग्रेज सरकार द्वारा उन्हें फांसी पर लटका दिया गया. അദ്ദേഹത്തിന് വെറും 30 വയസ്സ് പ്രായമുള്ള സമയത്ത്, ആയു എന്ന് പറഞ്ഞാൽ വയസ്സ്, അപ്പോൾ അംഗ്രേജ് സർക്കാർ അദ്ദേഹത്തെ തൂക്കിലേറ്റിയിരുന്നു. ഫാൻസി പർ ലട്കാ ദിയാ ഗയ എന്ന് പറഞ്ഞാൽ തൂക്കിലേറ്റി. असाधारण प्रतिभा के धनी राम प्रसाद बिस्मिल एक अच्छे कवि और लेखक भी थे. അസാധാരണമായ പ്രതിഭയുള്ള ഒരു ആളായിരുന്നു രാം പ്രസാദ് ബിസ്മിൽ. അതായത് ഒരുപാട് കഴിവുകളുള്ള, ഒരുപാട് ടാലൻ്റുള്ള ഒരാളായിരുന്നു രാം പ്രസാദ് ബിസ്മിൽജി. അദ്ദേഹം ഒരു കവിയും ലേഖകനും ആയിരുന്നു. ഉനോനെ അനേക് പുസ്തകങ്ങൾ ലിഖി, അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ജിന്മേ ഉൻകി ആത്മകഥ കാഫി ചർച്ചിത് രഹി, അതിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. മേരി മാ ഉൻകി ആത്മകഥ കാ ഹി ഏക് അംശ ഹെ. മേരി മാ എന്ന ഈ ചാപ്റ്റർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ്. അംശ എന്ന് പറഞ്ഞാൽ ഭാഗമാണ്. അദ്ദേഹം ജനിച്ചത് 11 ജൂൺ 1897, അതായത് 11 ജൂൺ 1897 ഷാജഹാൻപൂർ എന്ന സ്ഥലത്തായിരുന്നു. പിന്നെ നിര്യാതനായത് 1927, അതായത് 1927 ഡിസംബർ 19 അദ്ദേഹത്തിന് 30 വയസ്സ് പ്രായമുള്ള സമയത്ത് ഗോരഖ്പൂർ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു നിര്യാതനായത്. ഈ വിപ്ലവ പ്രവർത്തനങ്ങളുടെ പേരിൽ ആണ് 1927 ഡിസംബർ 19 അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ശ്രീ രാം പ്രസാദ് ബിസ്മിൽ ബഡേ ഹോൻഹാർ നൗജവാൻ थे. ശ്രീ രാം പ്രസാദ് ബിസ്മിൽ, അപ്പോൾ രാം പ്രസാദ് ബിസ്മിൽജി ബഡേ ഹോൻഹാർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അച്ഛേ ലക്ഷണവും വാല, അതായത് നല്ല ഗുണങ്ങളുള്ള, ടാലൻ്റായിട്ടുള്ള, പ്രോമിസിങ്, നല്ല ഗുണങ്ങളുള്ള, നല്ല കഴിവുള്ള, പ്രതിഭാശാലിയായ ഒരു നോജവാനായിരുന്നു. നോജവാൻ എന്ന് പറഞ്ഞാൽ യങ് പേഴ്സൺ, ഒരു യുവാവായിരുന്നു ശ്രീ രാം പ്രസാദ് ബിസ്മിൽ. ഗസബ് കെ ഷായർ തെ. ഗസബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വിചിത്രനായ ഒരു ഷായറായിരുന്നു. ഷായർ എന്ന് പറഞ്ഞാൽ എന്താണ്? കവി, അതായത് ഉറുദു പേർഷ്യൻ ഭാഷകളിലൊക്കെ ഈരടികൾ എഴുതുന്ന കവിയാണ് ഷായർ എന്ന് പറയുന്നത്. ഷായരി എന്ന് പറഞ്ഞാൽ എന്താണ്? കവിത തന്നെയാണ്, പക്ഷേ കുറഞ്ഞ വരികളെ ഉണ്ടാവുകയുള്ളൂ. വികാരങ്ങൾ, വിചാരങ്ങൾ എന്നിവ പ്രകടിപ്പിക്കുന്ന കവിതയുടെ ഒരു രൂപമാണ് ഷായരി. ഇത് പ്രധാനമായും ഹിന്ദി, ഉറുദു, പേർഷ്യൻ ഒക്കെ സാഹിത്യങ്ങളിലാണ് ഉണ്ടാവുന്നത്. പിന്നെ ഷായരി കവിതയുടെ ഒരു ഹ്രസ്വരൂപമാണ്, ഒരു ചുരുങ്ങിയ രൂപമാണ്. ഈ ഷായരി എഴുതുന്ന ആളെയാണ് ഷായർ എന്ന് പറയുന്നത്. അപ്പോൾ ഗസബ് കെ ഷായർ തെ, ഒരു വിചിത്രനായ, അതായത് നന്നായിട്ട് ഇങ്ങനെ ഷെയർ എന്നാ പറയുക ഈ ഈരടികൾക്ക്. ഷെയർ എഴുതുന്ന ഒരു നല്ലൊരു ഷായറും കൂടിയായിരുന്നു ഈ രാം പ്രസാദ് ബിസ്മിൽജി. ദേഖ്നെ മേ ബി ബഹുത് സുന്ദർ തെ, കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു അദ്ദേഹം സുന്ദരനായിരുന്നു. യോഗ്യ ബഹുത് തെ, യോഗ്യ എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ളവനായിരുന്നു, വളരെയധികം കഴിവുള്ളവനായിരുന്നു. ജാൻനെ വാലെ കഹത്തെ ഹെ കി യദി കിസി ഓർ ജഗഹ് യാ കിസി ഓർ ദേശ് യാ കിസി ഓർ സമയ് പൈദാ ഹുവേ ഹോത്തെ തോ സേനാധ്യക്ഷ ബൻത്തെ. അപ്പോൾ അദ്ദേഹത്തെ അറിയുന്നവർ, ജാൻനെ വാലെ, അദ്ദേഹത്തെ
പരിചയമുള്ളവർ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? യദി കിസി ഓർ ജഗ, യതി എന്ന് പറഞ്ഞാൽ എങ്കിൽ, കിസി ഓർ ജഗ വേറെ ഏതെങ്കിലും സ്ഥലത്ത്, ജഗ എന്ന് പറഞ്ഞാൽ സ്ഥലം, പ്ലേസ്, വേറെ ഏതെങ്കിലും സ്ഥലത്ത്, അല്ലെങ്കിൽ കിസി ഓർ ദേശ് വേറെ ഏതെങ്കിലും രാജ്യത്ത്, അല്ലെങ്കിൽ കിസി ഓർ സമയ വേറെ ഏതെങ്കിലും സമയത്ത്, ഒന്നുകിൽ കുറച്ചുകൂടെ മുന്നോട്ട് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് പുറകോട്ടുള്ള സമയത്ത്, അങ്ങനെ വേറെ ഏതെങ്കിലും സമയത്ത്, വേറെ ഏതെങ്കിലും സ്ഥലത്ത്, വേറെ ഏതെങ്കിലും രാജ്യത്ത് പൈദാ ഹുവേ തോ അദ്ദേഹം ജനിച്ചതായിരുന്നെങ്കിൽ സേനാധ്യക്ഷ ബനത്തെ സേനാധ്യക്ഷൻ ആവുമായിരുന്നു എന്ന് അദ്ദേഹത്തെ അറിയുന്നവരൊക്കെ പറയുമായിരുന്നു. സേനാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫ് ആർമി, അതായത് സൈനിക മേധാവി ആകുമായിരുന്നു എന്ന് പറയുമായിരുന്നു. യേ കഹനാ ഹെ ഹമാരെ ദേശ് കെ പ്രസിദ്ധ സ്വതന്ത്രത സേനാനി ഭഗത് സിംഗ് ക ബിസ്മിൽ കെ ബാരമേ. ഇത് ആരുടെ പറച്ചിലാണ്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഹമാരെ ദേശ് കെ പ്രസിദ്ധ സ്വതന്ത്രത സേനാനി, നമ്മുടെ രാജ്യത്തിലെ പ്രസിദ്ധനായ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഭഗത് സിംഗ് ബിസ്മിൽ ജിയെക്കുറിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ. അപ്പം ഭഗത് സിംഗിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹവും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ രാംപ്രസാദ് ബിസ്മിലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. रामप्रसाद बिस्मिल का जन्म जब हुआ उस समय भारत पर अंग्रेज़ों का आधिपत्य था. അപ്പോൾ രാംപ്രസാദ് ബിസ്മിൽ ജനിച്ച സമയത്ത്, ആ സമയത്ത് എപ്പോഴായിരുന്നു ജനിച്ചത്? ഉസ് സമയം, ആ സമയം ഭാരതത്തിൽ അംഗ്രേസോങ്ക ആധിപത്യത, ഭാരതത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു, ആധിപത്യമായിരുന്നു, ബ്രിട്ടീഷുകാരുടെ അധികാരമായിരുന്നു. बिस्मिल छोटी सी आयु से ही भारत की स्वतंत्रता के लिए अंग्रेज़ों से लड़ते रहे. ബിസ്മിൽ ജി ചെറിയ വയസ്സിൽ തന്നെ, അതായത് ചെറിയ പ്രായം മുതലേ തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാരോട് പോരാടിയിരുന്നു. അംഗ്രേസോനെ ഉന്നെ ജയിൽ ഭേജ് ദിയ. അപ്പോൾ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ഓർ ഫോസിക്ക് സസ ദേദി, എന്നിട്ട് തൂക്കിലേറ്റാനുള്ള ആ ശിക്ഷ വിധിച്ചു, അദ്ദേഹത്തിന് വിധിച്ചു, വധശിക്ഷ വിധിച്ചു. ജയിൽ മേ ബി ഉന്നോനെ അംഗ്രേസോं के अनेक अत्याचार सहे. അദ്ദേഹം ജയിലിലും ഒരുപാട് ബ്രിട്ടീഷുകാരുടെ ഒരുപാട് അത്യാചാരങ്ങൾ സഹിച്ചു, ഒരുപാട് ക്രൂരത, അത്യാചാരം എന്ന് പറഞ്ഞാൽ ക്രൂരത സഹിച്ചു. जेल में रहते ही उन्होंने चोरी छिपे अपनी आत्मकथा लिखी. ജയിലിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം, ചോരി ചിപ്പ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട്, ഈ ബ്രിട്ടീഷുകാർ, ആ കാവൽക്കാർ, പട്ടാളം, അവരൊന്നും അറിയാതെ, ബ്രിട്ടീഷുകാരറിയാതെ രഹസ്യമായിട്ടാണ് ആത്മകഥ എഴുതിയത്. ഓർ അംഗ്രേസോं से बचते बचाते ജയിൽ സെ ബാഹർ ഭേജത്തെ രഹെ. എന്നിട്ട് ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ പെടാതെ, ബച്ചത്തെ ബച്ചാത്തെ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ട്, ബ്രിട്ടീഷുകാരിൽ നിന്നും സൂക്ഷിച്ചുകൊണ്ട്, അവർ കാണാതെ അദ്ദേഹം പുറത്തേക്ക് അയച്ചു. ജയിൽ സെ ബാഹർ ഭേജത്തെ രഹെ, ജയിലിന് പുറത്തേക്ക് അയച്ചുകൊണ്ടിരുന്നു. ഉൻകെ സാത്യോനെ ഉസെ പ്രകാശിത് ബി കർവാ ദിയ. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്ത് ചെയ്തു? സാത്യ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ. അപ്പോൾ രാംപ്രസാദ് ബിസ്മിൽജിയുടെ കൂട്ടുകാർ ഈ അദ്ദേഹം രഹസ്യമായി എഴുതിയിട്ട് ജയിലിന് പുറത്തേക്ക് അയച്ചുകൊണ്ടിരുന്ന ഈ ആത്മകഥയുടെ കുറിപ്പുകളൊക്കെ അവർ പ്രകാശിത് ബി കർവാദിയ, പ്രകാശിത് കർണ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കുക, അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇസ്കാ നാം രഖാ ഗയ നിജ് ജീവൻ കി ഏക് ഛട്ട. അപ്പം ഈ ആത്മകഥയ്ക്ക് എന്തായിരുന്നു പേര് വെച്ചത്? നിജ് ജീവൻ കി ഏക് ഛട്ട എന്നായിരുന്നു. ഈസ് പുസ്തകനെ അംഗ്രേസോं के होश उड़ा दिए. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരാകെ പേടിച്ചു. ഹോഷ് ഉഡാന എന്ന് പറഞ്ഞാൽ ഒരു മുഹാവരയാണ്, ഹിന്ദിയിലൊരു ഭാഷാ ശൈലിയാണ്. അതിൻ്റെ അർത്ഥം ബഹുത് ഡർ ജാന എന്നാണ്. അപ്പോൾ ഇത് പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ആകെ പേടിച്ചു. ലോകോമെ അംഗ്രേസോं വിരുദ്ധ ക്രോധ് ഓർ ബഡ് ഗയ. അപ്പോൾ ഈ പുസ്തകം വായിച്ചിട്ട് ആളുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള ആ അംഗ്രേസോं വിരുദ്ധ ക്രോധ്, ബ്രിട്ടീഷുകാർക്കെതിരെ ക്രോധം, ദേഷ്യം കൂടി, ജനങ്ങൾക്ക് ദേഷ്യം കൂടി, ബ്രിട്ടീഷുകാരോട് ഉള്ള വിരോധം കൂടി. इस तरह इस आत्मकथा के कारण अंग्रेज बिस्मिल को फांसी देने के बाद भी उन्हें हरा न सका. ഇത് കാരണം ബ്രിട്ടീഷുകാർ ബിസ്മിൽജിക്ക് അവർ വധശിക്ഷ വിധിച്ചു, തൂക്കിലേറ്റി. എന്നാലും
ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ബാദ് ബി ഉനെ ഹറാന സകം, ഈ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്ക് ബിസ്മിൽജിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണം? കാരണം അദ്ദേഹം ജയിലിൽ ഇരുന്നു കൊണ്ട് എല്ലാ ബ്രിട്ടീഷുകാർ ചെയ്യുന്ന ക്രൂരതകളും പിന്നെ അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് ജനങ്ങളെ ബോധവാന്മാരാക്കി, ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഭാരതത്തിൻ്റെ മഹത്വം എല്ലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ആത്മകഥാ കി കരൺ അംഗ്രേസ് ബിസ്മിൽ കോ ഫാസി ദേനെ കെ ബാദ് ബി ഉന്നെ ഹരാൻ ന സക. അപ്പോൾ ഈ ആത്മകഥ വായിച്ചതിലൂടെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് തൂക്കിലേറ്റിയിട്ടും ബ്രിട്ടീഷുകാർക്ക് ബിസ്മിൽജിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. इस आत्मकथा के माध्यम से आज भी बिस्मिल हमारे मस्तिष्क में जीवित है. ഈ ആത്മകഥയുടെ കാരണം കൊണ്ട്, അതായത് ഈ ആത്മകഥയിലൂടെ ഇന്നും ബിസ്മിൽജി നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. മസ്തിഷ്കം എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിൽ, നമ്മുടെ മൈൻഡിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കാരണം ഈ ആത്മകഥ വായിക്കുന്നത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനാവുന്നു, നമുക്ക് മനസ്സിലാവുന്നു. ആജ് ബി ഈ ആത്മകഥ ലോകോങ്കോ പ്രേരിത് കർത്തി ഹെ. ഇന്നും അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥ ആളുകളെ പ്രചോദിപ്പിക്കുന്നു. പ്രേരിത് കർത്തി എന്ന് പറഞ്ഞാൽ ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു, പ്രചോദിപ്പിക്കുന്നു. ക്യാ ആപ് ഭി ഉൻകി ആത്മകഥക്കോ പഠന ചാഹത്തെ ഹെ. എന്താ നിങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിക്കാൻ ആഗ്രഹമുണ്ടോ? ക്യാ കഹ, എന്താണ് പറഞ്ഞത്? ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ, മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടോ? ഹാ, ഉണ്ടെന്നാണോ? തോ യഹാ പ്രസ്തുത് ഹെ ഉസി ആത്മകഥാ കാ ഏക് അംശം. എങ്കിൽ ഇവിടെ ഉണ്ട് ആ ആത്മകഥയുടെ ഒരു ഭാഗം. അംശം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഒരു ഭാഗമാണ് ഇനി നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. പിന്നെ അദ്ദേഹം ഇവിടെ മേ എന്ന് പറയുന്നതും മേരി എന്ന് പറയുന്നതൊക്കെ അദ്ദേഹം സ്വയം, മേ എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. മേരി, എൻ്റെ എന്ന് പറയുന്നതും ബിസ്മിൽജി സ്വയം അങ്ങനെ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ലക്നൗ കോൺഗ്രസ് में जाने के लिए मेरी बड़ी इच्छा थी. ലക്നൗ കോൺഗ്രസ്സിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ദാദിജി ഓർ പിതാജി തോ വിരോധ് കർത്തേ രഹെ. ദാദിജി, എൻ്റെ അച്ഛമ്മയും എൻ്റെ അച്ഛനും, ദാദിജിയും പിതാജിയും വിരോധ് കർത്തേ രഹെ. വിരോധ് കർത്തേ രഹെ എന്ന് പറഞ്ഞാൽ അത് എതിർത്തുകൊണ്ടിരുന്നു. ഈ ലക്നൗ കോൺഗ്രസ്സിൽ പോകാൻ ഞാൻ പോകുന്നതിനോട് അവർക്ക് താല്പര്യമില്ലായിരുന്നു, അവരെ എതിർത്തുകൊണ്ടിരുന്നു. കിന്തു മാതാജീനെ മുझे ഖർച്ച് ദേഹി ദിയ. പക്ഷേ അമ്മ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ചിലവ് തന്നു. ഖർച്ച് എന്ന് പറഞ്ഞാൽ ചിലവ്, അങ്ങോട്ട് പോകാൻ ആവശ്യമുള്ള ആ ചിലവ് ഉള്ള കാര്യങ്ങൾ എനിക്ക് തന്നു. ഉസി സമയ ഷാജഹാംപൂർ മേ സേവാ സമിതി കാ ആരംഭ ഹുവാ താ. ആ സമയത്ത് ഷാജഹാംപൂരിൽ സേവാ സമിതിയുടെ അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു, ആരംഭിച്ചിരുന്നു. സേവാ സമിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദി ഭാഷ സംരക്ഷിക്കാനും ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു സംഘടനയാണ്, സേവന സംഘടനയാണ് സേവാ സമിതി. സേവാ സംസ്ഥ ജിസ്കാ ഉദ്ദേശ് ഹിന്ദി ഭാഷ കാ സംരക്ഷൺ ഹെ और പ്രചാർ കർണ ഹെ. മനസ്സിലായില്ലേ? ഹിന്ദി ഭാഷ സംരക്ഷിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള ഒരു സംഘടനയാണ്, സേവന സംഘടനയാണ് സേവാ സമിതി. അപ്പോൾ അത് ആരംഭിച്ചിരുന്നു ഷാജഹാംപൂരിൽ. മേ ബഡേ ഉത്സാഹ കെ സാത്ത് സേവാ സമിതി മേ സഹयोग ദേതാ താ. ഞാൻ വളരെ അധികം ഇൻട്രസ്റ്റോടുകൂടി, ഉത്സാഹ കെ സാത്ത് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റോടുകൂടി, ഉത്സാഹത്തോടുകൂടി അതിൽ പങ്കെടുത്തിരുന്നു. സഹयोग देता था, അതിനോട് യോജിച്ച് അതിൽ പങ്കെടുത്തിരുന്നു. പിതാജി और दादाजी को मेरे इस प्रकार के कार्य अच्छे न लगते थे. അച്ഛനും പിന്നെ അച്ഛമ്മയ്ക്കും ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇഷ്ടമായിരുന്നില്ല, അവർക്ക് നന്നായിട്ട് തോന്നിയിരുന്നില്ല, അവർക്ക് ഇഷ്ടമായിരുന്നില്ല. കിന്തു പക്ഷേ മാതാജി മേര ഉത്സാഹ ഭംഗ് ന ഹോനെ ദേത്തി थी. പക്ഷേ അമ്മ എൻ്റെ ഈ ഉത്സാഹം, എൻ്റെ ഈ താല്പര്യം ഭംഗപ്പെടുത്തിയിരുന്നില്ല. ഭംഗ് ന ഹോനെ ദേത്തി थी എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാക്കിയിരുന്നില്ല, അതിന് ഭംഗം വരുത്തിയിരുന്നില്ല. അതായത് അമ്മ എപ്പോഴും എനിക്ക് സപ്പോർട്ടായിരുന്നു, അച്ഛമ്മയും അച്ഛനും എതിർത്തിരുന്നു, പക്ഷേ അമ്മ എപ്പോഴും എനിക്ക് സപ്പോർട്ടായിരുന്നു.
जिसके कारण उन्हें अक्सर पिताजी की डांट फटकार तथा दंड सहन करना पड़ता था. ജിസ്കെ കാരണം, അത് കാരണം അമ്മ എനിക്ക് സപ്പോർട്ടായി നിൽക്കുമായിരുന്നു. അപ്പം അത് കാരണം പലപ്പോഴും, അക്സർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും, പിതാജിക്ക് ഡാഡ് ഫട്കർ, അമ്മയെ അച്ഛൻ വഴക്ക് പറയുമായിരുന്നു. ഡാഡ് ഫട്കർ എന്ന് പറഞ്ഞാൽ ശാസിക്കുക. അച്ഛൻ അമ്മയെ ശാസിക്കുമായിരുന്നു. അമ്മയ്ക്കത് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. തഥാ ദണ്ഡ് സഹൻ കർണ പഠിത്താത്ത, അച്ഛൻ്റെ ശകാരം അല്ലെങ്കിൽ ശിക്ഷ അമ്മയ്ക്ക് സഹിക്കേണ്ടതായി വരുമായിരുന്നു. അച്ഛൻ അമ്മയെ വഴക്ക് പറയുമായിരുന്നു. പലപ്പോഴും അമ്മയെ വഴക്ക് പറയുമായിരുന്നു അല്ലെങ്കിൽ ശകാരിക്കുമായിരുന്നു. ഡാഡ് ഫട്കർ എന്ന് പറഞ്ഞാൽ ശാസിക്കുക അല്ലെങ്കിൽ ശകാരിക്കുക. ദണ്ഡ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. ഇതൊക്കെ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടതായി വരുമായിരുന്നു. വാസ്തവമേ മേരി മാതാജി ദേവി ഹെ, സത്യത്തിൽ എൻ്റെ അമ്മ ദേവിയാണ്. അമ്മയെ ബിസ്മിൽജി ദേവിയെ പോലെയാണ് കാണുന്നത്. മുജ്മേ ജോ കുച്ച് ജീവൻ തഥാ സാഹസ് ആയ വ മേരി മാതാജി തഥാ ഗുരുദേവ് ശ്രീ സോംദേവ് ജിക്ക് കൃപാവും കാ ഹി പരിണാം ഹെ. മുജ്മേ, എന്നിൽ, ജോ കുച്ച് ജീവൻ, എന്ത് ജീവനാണോ, അതായത് എന്ത് എൻ്റെ ഉള്ളിൽ എന്താണോ ആ വളർച്ച വന്നത്, ജീവൻ വന്നത്, തഥാ സാഹസായ, സാഹസ് എന്ന് പറഞ്ഞാൽ ധൈര്യം, എൻ്റെ ഉള്ളിൽ വന്ന ധീരത, സാഹസ് എന്ന് പറഞ്ഞാൽ കറേജ്, ധീരത, ധൈര്യം, എൻ്റെ ഉള്ളിൽ വന്ന ധൈര്യം, ആ ജീവൻ, അത് മേരി മാതാജി, എൻ്റെ അമ്മയുടെ, കൂടാതെ ഗുരുദേവ് ശ്രീ സോംദേവ് ജി, ഗുരുദേവായ എൻ്റെ സോംദേവ് ജിയുടെയും ദയയുടെ മാത്രം ഫലമാണ്. പരിണാം ഹെ, എൻ്റെ അമ്മയുടെയും പിന്നെ ഗുരുദേവ് ശ്രീ സോംദേവ് ജിയുടെയും ദയയുടെ പരിണാമമാണ്, അതിൻ്റെ അനന്തരഫലമാണ്. എന്നിൽ വന്ന ഈ മാറ്റം, എന്നിൽ വന്ന ഈ ധൈര്യവും എൻ്റെ ഈ കഴിവും എല്ലാം അമ്മയുടെയും ഗുരുദേവ് സോംദേവ് ജിയുടെയും ഒക്കെ കൃപയുടെ, അവരുടെ ദയയുടെ പരിണാമമാണെന്നാണ് രാംപ്രസാദ് ബിസ്മിൽ ജി പറയുന്നത്. ദാദിജി ഓർ പിതാജി മേരെ വിവാഹ് കെ ലിയെ ബഹുത് അനുരോധ് കർത്തെ. എൻ്റെ ദാദിജിയും എൻ്റെ അച്ഛമ്മയും എൻ്റെ അച്ഛനും എന്നെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ഒരുപാട് അനുരോധ് കർത്തെ എന്ന് പറഞ്ഞാൽ ആവശ്യം ഉന്നയിച്ചിരുന്നു, ഡിമാൻഡ് ചെയ്തിരുന്നു, എൻ്റെ വിവാഹം നടത്താനായിട്ട് ആവശ്യം ഉന്നയിച്ചിരുന്നു. കിന്തു മാതാജി യഹി കഹത്തി കി ശിക്ഷ പാ ചുക്കനെ കെ ബാദ് ഹി വിവാഹ കർണ ഉചിത് ഹോഗ. പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ശിക്ഷ പാ ചുക്കനെ കെ ബാദ് ഹി, പഠനം കരസ്ഥമാക്കിയതിന് ശേഷം മാത്രം, അതായത് പഠിപ്പ് കഴിയുന്നതിന് ശേഷം മാത്രം, പാ ചുക്ന എന്ന് പറഞ്ഞാൽ ഹാവിങ് റിസീവ്ഡ്, അതായത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം വിവാഹ കർണ ഉചിത് ഹോഗ, വിവാഹം ചെയ്യുന്നതാണ് നല്ലത്, അതാണ് ശരി എന്ന് അമ്മ പറയുമായിരുന്നു. മാതാജിക്ക് പ്രോത്സാഹൻ തഥാ സദ്വ്യവഹാറിനെ മേരെ ജീവൻ മേ വ ദൃഢത उत्पन्न की कि किसी आपत्ति तथा संकट के आने पर भी मैंने अपने संकल्प को न त्यागा. അമ്മയുടെ പ്രോത്സാഹനം, അമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം, എൻകറേജ്മെൻറ്റ്. അമ്മയുടെ ആ പ്രോത്സാഹനവും സദ്വ്യവഹാരം, അതായത് നല്ല പെരുമാറ്റവും മേരെ ജീവന്മേ, എൻ്റെ ജീവിതത്തിൽ ദൃഢത, ദൃഢത എന്ന് പറഞ്ഞാൽ ആ ഉറപ്പ്, എൻ്റെ ജീവിതത്തിലെ ആ ദൃഢനിശ്ചയം. ഉത്പന്നക്ക് കിസി ആപത്തി തഥാ സംഘടിക്ക് ആനയെ പറബി, എൻ്റെ മനസ്സിൽ ഒരു ഉറപ്പ് വന്നു, ഏത് ആപത്തിലും ഏത് ബുദ്ധിമുട്ടിലും ഏത് സങ്കടത്തിലും, സങ്കടം എന്ന് പറഞ്ഞാൽ ഏത് ദുഃഖത്തിലും, സംഘടിക്ക് ആനയെ പറബി, എന്ത് ദുഃഖം വരികയാണെങ്കിലും മേനെ അപ്നി സങ്കല്പക്കോ നാത്യാക, ഞാൻ എൻ്റെ ആ സങ്കല്പം എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശം അല്ലെങ്കിൽ ദൃഢനിശ്ചയം, അത് ഞാൻ ഇല്ലാതാക്കിയില്ല. ത്യാഗന എന്ന് പറഞ്ഞാൽ ചോടന, അപ്പം ഞാനത് ഉപേക്ഷിച്ചില്ല. നെഹി ചോട, ഞാൻ എൻ്റെ ആ ഇരാദ, നെഹി ചോട, ഞാൻ എൻ്റെ ആ ഉദ്ദേശം ഒഴിവാക്കിയില്ല എന്ന് നമ്മുടെ ഈ ലേഖകൻ പറയുകയാണ്. അതായത് പല എതിർപ്പുകളും വന്നു, അച്ഛൻ്റെയും ദാദിജിയുടെ ഒക്കെ സൈഡിൽ നിന്ന് എതിർപ്പുകൾ വന്നു. എന്നാലും അമ്മയുടെ പ്രോത്സാഹനവും പിന്നെ അമ്മയുടെ ഈ നല്ല പെരുമാറ്റവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു ഉറപ്പ്, ഒരു ദൃഢനിശ്ചയം ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഏത് ആപത്തിലും
ഏത് കഷ്ടതയിലും പിന്നെ ഏത് ദുഃഖത്തിലും എനിക്ക് ആനെ पर भी मैंने अपने संकल्प को न्याय त्यागा. എന്ത് കഷ്ടപ്പാട് വന്നാലും പിന്നെ എന്ത് ദുഃഖം വന്നാലും ഞാൻ എൻ്റെ ആ ദൃഢനിശ്ചയത്തെ ഇല്ലാതാക്കിയില്ല, ഞാൻ എൻ്റെ ഉദ്ദേശം ഇല്ലാതാക്കിയില്ല എന്ന് ബിസ്മിൽജി പറയുകയാണ്. एक समय मेरे पिताजी दीवानी मुकदमे में किसी पर दावा करके वकील से कह गए थे कि जो काम हो वह मुझसे करा ले. അപ്പോൾ ഒരു സമയത്ത് ഒരു പ്രാവശ്യം എന്തായി, പിതാജി എൻ്റെ അച്ഛൻ ദീവാനി മുക്തമ എന്ന് പറഞ്ഞാൽ സിവിൽ കേസ്, അതായത് किसी चीज़ या किसी निजी या सार्वजनिक अधिकार से जुड़ा कोई वाद होता है इसमें. അപ്പം അതിൽ ഇങ്ങനത്തെ വാദമാണ് ഉണ്ടാവുക. എന്തെങ്കിലും സാധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അധികാരത്തെക്കുറിച്ചൊക്കെ ഉള്ള ആ വാദം, കോടതിയിൽ വാദം നടക്കില്ല, അതിൻ്റെ ആ കേസിനാണ് ഇതിനാണ് ദീവാനി മുക്തമ എന്ന് പറയുന്നത്, സിവിൽ കേസ്. അപ്പോൾ ആ സിവിൽ കേസിൽ ദാവാ കർക്കെ വക്കീൽ സേ യേ കഹ ഗയേ थे कि जो काम हो वो मुझसे करा ले. അപ്പോൾ അതിൽ അപേക്ഷ സമർപ്പിക്കില്ല, കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അച്ഛൻ വക്കീലിനോട് പറഞ്ഞു. വക്കീൽ സേ കഹ ഗയേ थे कि जो काम हो वो मुझसे करा ले, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറഞ്ഞു. കുച്ച് ആവശ്യകത പഠനെ पर വക്കീൽ സാഹബ് ने मुझे बुला भेजा. അപ്പോൾ ആവശ്യം വന്നപ്പോൾ വക്കീൽ സാഹബ് എന്നെ വിളിക്കാനായിട്ട് ആളെ പറഞ്ഞയച്ചു. और कहा कि मैं पिताजी के हस्ताक्षर वकालतनामे पर कर दूं. അപ്പോൾ വക്കീൽ സാബ് പറഞ്ഞു പിതാജിയുടെ സൈന്, ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ ഒപ്പ്, സൈന് വക്കാലത്നാമെ पर. വക്കാലത്നാമ എന്ന് പറഞ്ഞാൽ ഒരു നിയമരേഖയാണ്. ആ നിയമരേഖയിൽ ഞാൻ അച്ഛൻ്റെ സൈൻ ഇടണമെന്ന് വക്കീൽ എന്നോട് പറഞ്ഞു. മേനെ തുരന്ത് ഉത്തർത്തിയാക്കി യദ്ദോ ധർമ്മവിരുദ്ധ ഹോക. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അതിന് മറുപടി പറഞ്ഞു, ഇത് നിയമവിരുദ്ധമാണ്, ധർമ്മവിരുദ്ധ ഹോക. യദ്ദോ ധർമ്മവിരുദ്ധ ഹോക, അതായത് ഇത് നിയമവിരുദ്ധമാണ്, ഞാൻ സൈൻ ചെയ്യില്ല എന്ന് ഞാൻ വക്കീലിനോട് തുറന്നു പറഞ്ഞു. ഇസ് പ്രകാർ കാ പാപ് മേ കദാപി നഹി കർ സക്ത. ഇങ്ങനത്തെ ഒരു തെറ്റ് ഞാൻ കദാപി എന്ന് പറഞ്ഞാൽ നെവർ, ഞാൻ ഒരിക്കലും ചെയ്യില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനത്തെ ഒരു തെറ്റ് എനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. വക്കീൽ സാഹബിനെ ബഹുത് സംജായാക്കി മുക്തമ ഖാരിജ് ഹോ ജായേഗ. വക്കീൽ സാഹബ് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കി തന്നു. കി മുക്തമ ഖാരിജ് ഹോ ജായേഗ. മുക്തമ ഈ കേസ് അസ്വീകൃതമായി പോകും. ഖാരിജ് ഹോ ജായേഗ എന്ന് പറഞ്ഞാൽ അസ്വീകൃത ഹോ ജായേഗ, അതായത് നിരസിക്കപ്പെടും, അത് സ്വീകരിക്കപ്പെടുകയില്ല. കിന്തു മുജ് പർ കുച്ച് ഭി പ്രഭാവ് ന ഹുവ. പക്ഷേ എന്നിൽ ഒരു മാറ്റവും വന്നില്ല, ഞാൻ ഒപ്പ് ഇടില്ല എന്ന് തന്നെ പറഞ്ഞു നിന്നു. ന മേനെ ഹസ്താക്ഷർ കിയ, ഞാൻ സൈനും ചെയ്തില്ല. അപ്നെ ജീവൻ മേ ഹമേഷ സത്യ കാ ആചരണം കരുത്താത്ത. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സത്യത്തെ മാത്രം ഉൾക്കൊണ്ടിരുന്നു, എപ്പോഴും സത്യം മാത്രമേ ചെയ്തിരുന്നു. നല്ല ആചരണം എന്ന് പറഞ്ഞാൽ പെരുമാറ്റം, എപ്പോഴും സത്യത്തെ മാത്രമേ ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളൂ. ചാഹെ കുച്ച് ഹോ ജായേ സത്യ ബാത്ത് കഹദാത്ത. എന്ത് സംഭവിച്ചാലും സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ചാഹെ കുച്ച് ഹോ ജായേ, എന്ത് സംഭവിച്ചാലും എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, പക്ഷേ സത്യം മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ഇതെല്ലാം രാംപ്രസാദ് ബിസ്മിൽജി പറയുകയാണ്, ആത്മകഥയിൽ എഴുതിയ കാര്യങ്ങളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. 11 वर्ष की उम्र में माताजी विवाह कर ഷാജഹാപൂർ ആയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് 11 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വിവാഹം കഴിപ്പിച്ചിട്ട് ഷാജഹാപൂരിൽ എത്തിച്ചേർന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രായമുള്ള ആ സമയത്താണ് ഈ ബിസ്മിൽജിയുടെ അമ്മയുടെ മാരേജ് കഴിഞ്ഞത്. ഉസ് സമയം വ നിതാന്ത് അശിക്ഷിത് ഏക ഗ്രാമീൺ കന്യാക്കെ സമാൻതി. അപ്പോൾ ആ സമയത്ത് അവർ നിതാന്ത് എന്ന് പറഞ്ഞാൽ തീരെ അട്ടേളി അൺഎഡ്യൂക്കേറ്റഡ്, അതായത് തീരെ വിദ്യാഭ്യാസമില്ലാത്ത, അശിക്ഷിത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരു ഗ്രാമീണ കന്യകയായിരുന്നു. ഗ്രാമീൺ കന്യ എന്ന് പറഞ്ഞാൽ റൂറൽ ഗേൾ, ഒരു ഗ്രാമീണ കന്യകയെ പോലെയായിരുന്നു, തീരെ വിദ്യാഭ്യാസമില്ലായിരുന്നു അവർക്ക്.
शाहजहाँपुर आने के थोड़े दिनों बाद दादी जी ने अपनी छोटी बहन को बुला लिया. ഷാജഹാപൂർ ആനയ്ക്ക് തോടെ ദിനോബാദ്. അപ്പോൾ ഷാജഹാപൂരിൽ വന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദാദീജി, അപ്പോൾ ഈ ബിസ്മിൽജിയുടെ അച്ഛൻ്റെ അമ്മ അവരുടെ ചോട്ടി ബഹൻകോ ബുലാലി, അവരുടെ അനിയത്തിയെ വിളിച്ചു, വീട്ടിലേക്ക് വിളിച്ചു. ഉനോനെ മാതാജിക്കോ ഗൃഹകാര്യക്ക്, അപ്പോൾ അവർ ഈ ദാദീജിയുടെ അനിയത്തി എൻ്റെ അമ്മയ്ക്ക് വീട്ടുകാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഗൃഹകാര്യക്ക് ശിക്ഷാദി, അപ്പോൾ വീട്ടു ജോലികളൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം ദാദീജിയുടെ അനിയത്തി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. തോടെ ദിനോമേ മാതാജിനെ ഘർ കെ സബ് കാംകാജ് കോ സമജ് ലിയ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അമ്മ വീട്ടിലെ എല്ലാ ജോലികളും വീട്ടുജോലികളെല്ലാം മനസ്സിലാക്കി. ഓർ ഭോജന ആദി കാ ടീക് ടീക് പ്രബന്ധ് കർണയിലേക്ക്. അതുകൂടാതെ ഭോജൻ ആദി, ഭോജനം എന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങൾ, ആദി മുതലായവ എക്സെട്ര, ഭക്ഷണങ്ങളെല്ലാം ശരിയായ രീതിയിൽ പ്രബന്ധ് കർണയിലേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. മേരെ ജന്മ ഹോനയ്ക്ക് 5 या 7 വർഷ ബാദ് ഉन्होंने ഹിന്ദി പഠന ആരംഭിക്കുക. ഞാൻ ജനിച്ചതിന് 5-7 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മ ഹിന്ദി പഠിക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ ബിസ്മിൽജി, രാംപ്രസാദ് ബിസ്മിൽജി പറയുകയാണ്, ഞാൻ ജനിച്ചതിന് 5-7 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ അമ്മ ഹിന്ദി പഠിക്കാൻ ആരംഭിച്ചത്. പഠനേക്കാ ഷോക്ക് ഉന്നെ ഖുദ് ഹി പൈദാ ഹുവാ താ. പഠിക്കാനുള്ള ആഗ്രഹം അവർക്ക് സ്വയം തന്നെ തോന്നിയതായിരുന്നു. സ്വന്തം ഇഷ്ടത്തോടു കൂടിയാണ് അമ്മ പഠിക്കാനായിട്ട് തുടങ്ങിയത്. മുഹല്ലേക്ക് സഖി സഹേലി ജോ ഘർ പർ ആയാ കർത്തി थी, उन्हीं में जो शिक्षित थी माताजी उनसे अक्षर बोध करती. മുഹല്ലേക്ക് സഖി സഹേലി, മുഹല്ലെ അവിടെയുള്ള ഏരിയയിലുള്ളവർ, വീടിനടുത്തൊക്കെയുള്ള സഖി സഹേലി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള അമ്മയുടെ സമപ്രായക്കാർ, ആ പ്രായത്തിലുള്ള കൂട്ടുകാരികൾ. ഗർഭർ ആയാ കർത്തീത്തി, വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അമ്മയുടെ പ്രായത്തിലുള്ള അമ്മയുടെ കൂട്ടുകാരികൾ, ആ ഏരിയയിൽ താമസിക്കുന്നവരൊക്കെ വീട്ടിലേക്ക് വരുമായിരുന്നു. ഉനിമേ ജോ ശിക്ഷിത്തി, അവരിൽ പഠിപ്പുള്ളവരും ഉണ്ടാവുമായിരുന്നു. മാതാജി ഉൻസെ അക്ഷർ ബോധ് കർത്തി, അപ്പോൾ അമ്മ അവരിൽ നിന്നും അക്ഷരങ്ങൾ പഠിച്ചെടുത്തിരുന്നു. അക്ഷർ ബോധ് എന്ന് പറഞ്ഞാൽ ലെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, അക്ഷരങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഹിന്ദി അക്ഷരങ്ങളൊക്കെ ആ കൂട്ടുകാരികളിൽ പഠിപ്പുള്ളവരിൽ നിന്ന് അമ്മ മനസ്സിലാക്കിയിരുന്നു, ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. इस प्रकार घर का सब काम कर चुकने के बाद जो कुछ समय मिल जाता उसमें पढ़ना लिखना करती. ഇപ്രകാരം അമ്മ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തതിന് ശേഷം എത്ര സമയമാണോ ബാക്കി കിട്ടുന്നത്, ജോ കുച്ച് സമയം മിൽ ജാത്താത്ത, ആ കിട്ടുന്ന സമയത്ത് അമ്മ പഠന ലിഖന കരുത്തി, പഠിക്കുകയും എഴുതുകയും ഒക്കെ, വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ബിസ്മിൽജി തൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണ്. 11 വയസ്സ് പ്രായമുള്ള സമയത്താണ് അമ്മയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നത് ഷാജഹാൻപൂരിലേക്ക്. അപ്പോൾ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, അമ്മ ഒരു കൊച്ചു കുട്ടിയാണ്, ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ദാദീജി എന്ത് ചെയ്തു, ദാദീജിയുടെ അനിയത്തിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് അമ്മയ്ക്ക് വീട്ടുകാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. വീട്ടുജോലികൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ദാദീജിയുടെ അനിയത്തി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അമ്മ അതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുത്തു. എന്നിട്ട് പിന്നെ അമ്മ എന്ത് ചെയ്തു, ഹിന്ദി, ഞാൻ ജനിച്ചതിന് 5-7 വർഷങ്ങൾക്ക് ശേഷം, അതായത് കവി ജനിച്ചതിന്, നമ്മുടെ ബിസ്മിൽജി ജനിച്ചതിന് 5-7 വർഷങ്ങൾക്ക് ശേഷം ഹിന്ദി പഠിക്കാൻ ആരംഭിച്ചു. അമ്മയ്ക്ക് സ്വയം തന്നെ തോന്നിയതാണ് പഠിക്കണമെന്ന്. കൂടാതെ അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കിയത് അടുത്ത കൂട്ടുകാരികളൊക്കെ വരുമ്പോൾ അവരിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ടാകും, അവരിൽ നിന്നാണ് അക്ഷരങ്ങളൊക്കെ പഠിച്ചെടുത്തത്. വീട്ടുജോലികളൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബാക്കി വരുന്ന സമയത്താണ് അമ്മ പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്നത്. परिश्रम के फल से थोड़े दिनों में ही वह देवनागरी पुस्तकों का अध्ययन करने लगी. അപ്പം പരിശ്രമിക്കെ ഫൽസെ, അതായത് പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട്, നന്നായിട്ട് അമ്മ പഠിച്ചു. അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ദേവനാഗരി പുസ്തകമൊക്കെ അധ്യയൻ കർണയിലേക്ക്, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ദേവനാഗരി പുസ്തകങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങി. അധ്യയനം എന്ന് പറഞ്ഞാൽ സ്റ്റഡി, പഠിക്കാനായിട്ട് തുടങ്ങി.
ദേവനാഗരി എന്ന് പറഞ്ഞാൽ എഴുതുന്ന ഒരു രീതിയാണ്, ഒരു ലിപിയാണ് ദേവനാഗരി ലിപി. അത് പഠിക്കാനായിട്ട് തുടങ്ങി. മേരി ബഹനോക്കോ ചോട്ടി ആയുമേ മാതാജി ഹി ശിക്ഷ ദിയാ കർത്തി തി. എൻ്റെ സഹോദരിമാർക്ക്, അപ്പോൾ പിന്നീട് സഹോദരിമാരും ഉണ്ടായി രാംപ്രസാദ് ബിസ്മിൽജിക്ക്. അപ്പോൾ അവർക്കൊക്കെ ചെറിയ പ്രായത്തിലെ അമ്മ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. ശിക്ഷ ദിയാ കർത്തി തി, അമ്മ പഠിപ്പിക്കുമായിരുന്നു. जब से मैंने आर्य समाज में प्रवेश किया माताजी से खूब वार्तालाप होता. ഞാൻ എപ്പോഴാണോ ആര്യ സമാജിൽ പ്രവേശിച്ചത് അപ്പോൾ മാതാജി സെ ഖൂബ് വാർത്താലാപ് ഹോത്ത, അമ്മയുമായിട്ട് ഒരുപാട് സംഭാഷണം ഉണ്ടാകുമായിരുന്നു. വാർത്താലാപ് എന്ന് പറഞ്ഞാൽ സംഭാഷണം. ആര്യ സമാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമാജമാണ് ഏകദൈവ ആരാധനയുള്ള. അതായത് आर्य समाज ये सोच रखते हैं ईश्वर एक है. उस समय की अपेक्षा अब उनके विचार भी कुछ उदार हो गए हैं. ആ സമയത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ അമ്മയുടെ ചിന്തകളിലും അമ്മയുടെ ഓരോരോ ചിന്തകളിലും കുച്ച് ഉദാർ ഹോ ഗയേ ഹെ, അതിൽ വളരെ മാറ്റങ്ങളുണ്ട്. അതായത് ഉദാർ എന്ന് പറഞ്ഞാൽ ഈ മാൻതാർ ഉദാരമായിട്ടുണ്ട്. അമ്മയുടെ സത്യസന്ധതയാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് വളരെയധികം മാറ്റങ്ങളുണ്ട് എന്നാണ് കവി പറയുന്നത്. यदि मुझे ऐसी माता न मिलती तो मैं भी अति साधारण मनुष्यों की भांति संसार चक्र में फंसकर जीवन निर्वाह करता. यदि मुझे ऐसी माता न मिलती तो, ഇങ്ങനെ ഒരു അമ്മ എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും അതിസാധാരണ മനുഷ്യർക്ക് ഭാന്തി, അതായത് സാധാരണ മനുഷ്യരെ പോലെ, ഭാന്തി എന്ന് പറഞ്ഞാൽ അതുപോലെ സാധാരണ മനുഷ്യരെ പോലെ സംസാർ ചക്രമേ ഫസ്കർ, സംസാർ ചക്രയിൽ കുടുങ്ങിയിട്ട്, ഫസ്കർ എന്ന് പറഞ്ഞാൽ കുടുങ്ങിയിട്ട്, അതായത് സംസാർ ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബജീവിതം, സാധാരണ കുടുംബജീവിതം. അതായത് ഓരോരോ ഏജിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ എന്താ പറയുക, ജോലി നേടുക, കുട്ടികളെ വിവാഹം കഴിക്കുക, കുട്ടികളെ വളർത്തുക, അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനത്തെ ജീവിത സംസാർ ചക്രയിൽ അതിൽ വിവാഹം, കുട്ടികൾ, നോർമൽ ലൈഫ്, ആ നോർമൽ ലൈഫിൽ കുടുങ്ങിയിട്ട് എൻ്റെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുമായിരുന്നു എന്നാണ് ബിസ്മിൽജി പറയുന്നത്. ഇങ്ങനെ ഒരു അമ്മയെ ലഭിച്ചതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്, നമ്മുടെ ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയതെന്ന് ആണ് ബിസ്മിൽജി പറയുന്നത്. शिक्षादि के अतिरिक्त क्रांतिकारी जीवन में भी उन्होंने मेरी वैसे ही सहायता की है. അപ്പോൾ ശിക്ഷാദിക്ക് അതിരിക്ത്, പഠിപ്പിക്കുന്നത് കൂടാതെ, ക്രാന്തികാരി ജീവൻ മേ ബി, വിപ്ലവകരമായ ഈ ജീവിതത്തിലും അമ്മ എനിക്ക് ഒരുപാട് വൈസി ഹി സഹായതാക്കി, അതുപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വൈസി മേജിനിക്കോ ഉൻകി മാതാനെ കീത്തി, എങ്ങനെയാണോ മേജിനിക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്തത്. മേജിനി എന്ന് പറയുന്നത് ഇറ്റലിയിലെ രാജാവായിരുന്നു, ഒരു പൊളിറ്റീഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ എങ്ങനെയാണോ അദ്ദേഹത്തെ സഹായിച്ചത് അതുപോലെ എൻ്റെ അമ്മയും എന്നെ സഹായിച്ചിട്ടുണ്ട്. മാതാജി का सबसे बड़ा आदेश मेरे लिए यही था कि किसी की प्राण हानि ना हो. അപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ ഓർഡർ എന്തായിരുന്നു? ഒരിക്കലും ആരുടെയും ജീവഹാനി വരുത്തരുത്, ആരുടെയും ജീവൻ എടുക്കരുത് എന്നായിരുന്നു. उनका कहना था कि अपने शत्रु को भी कभी प्राणदंड न देना. അമ്മ പറയുമായിരുന്നു, സ്വന്തം ശത്രുവിനെ പോലും ഒരിക്കലും വധിക്കരുത്, ജീവൻ എടുക്കരുത്. സ്വന്തം ശത്രുവിൻ്റെ ജീവൻ പോലും ഒരിക്കലും നമ്മൾ ജീവൻ എടുക്കാൻ പാടില്ല. उनके इस आदेश की पूर्ति करने के लिए मुझे मजबूरन 2-1 बार अपनी प्रतिज्ञा भंग करनी पड़ी थी. അമ്മയുടെ ഈ ഉപദേശത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മുജെ മജ്ബൂരൻ, എനിക്ക് മജ്ബൂരൻ എന്ന് പറഞ്ഞാൽ നിസ്സഹായാവസ്ഥയിൽ 2-1 ബാർ, 1-2 പ്രാവശ്യം എനിക്ക് എൻ്റെ പ്രതിജ്ഞ ഉപേക്ഷിക്കേണ്ടതായിട്ട്, ഭംഗ് കർണി പടിതി, പ്രതിജ്ഞ ഇല്ലാതാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ശബ്ദം എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അമ്മയോട് പറയുകയാണ്, മനസ്സിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. जन्मदात्री जननी इस जीवन में तो तुम्हारा ऋण उतारने का प्रयत्न करने का भी अवसर न मिला. ജന്മദാത്രി ജനനി,
ജന്മദാത്രി എനിക്ക് ജന്മം നൽകിയ ജനനി, എൻ്റെ അമ്മ, എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ, ഈ ജീവൻ മേത്തോ ഈ ജീവിതത്തിൽ തുമാര ഋൺ ഉത്താരണേക്ക പ്രയത്ന കർണേക്ക ബി അവസരമില്ല, നിങ്ങളോടുള്ള കടം, ഋൺ എന്ന് പറഞ്ഞാൽ കടം, നിങ്ങളുടെ ഉള്ള ആ കടം വീട്ടാനുള്ള എൻ്റെ പ്രയത്നം, കടം വീട്ടാൻ പ്രയത്നിക്കാൻ പോലും എനിക്ക് അവസരം ലഭിച്ചില്ല. അതായത് അമ്മ എനിക്ക് അത്രയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, എന്നെ ഒരുപാട് സ്നേഹിച്ചു, സഹായിച്ചു, എനിക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അമ്മയുടെ ആ കടം എനിക്ക് വീട്ടാൻ പ്രയത്നിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അവസരം ലഭിച്ചിട്ടില്ല. ഈസ് ജന്മ മേ തോ ക്യാ യദി മേ അനേക് ജന്മോ മേ ബി സാരെ ജീവൻ പ്രയത്ന കരോ തോ ബി തുംസെ ഋൺ നഹി ഹോ സക്ത. ഈ ജന്മത്തിൽ അല്ല, യദി മേ അനേക് ജന്മോ മേ ബി ഒരുപാട് ജന്മങ്ങളിലും, സാരേ ജീവൻ പ്രയത്ന കരോ ഒരുപാട് ജന്മങ്ങളിൽ ജീവിതം മുഴുവൻ ഞാൻ ശ്രമിച്ചാലും പ്രയത്നിച്ചാലും അമ്മയോടുള്ള കടം എനിക്ക് വീട്ടാൻ കഴിയില്ല എന്നാണ് കവി പറയുന്നത്. ഞാൻ എപ്പോഴും അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു, അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ, അമ്മയുടെ വാത്സല്യത്തിന് മുന്നിൽ ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ജിസ് പ്രേം തഥാ ദൃഢത കെ സാത്ത് തുമ്നെ ഇസ് തുച്ഛ ജീവൻ കാ സുധാർ കിയാ ഹെ വ അവർണ്ണനീയ ഹെ. ജിസ് പ്രേം തഥാ ദൃഢത കെ സാത്ത്, സ്നേഹത്തോടെ ദൃഢത എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയത്തോടു കൂടി, ഏത് തരത്തിലുള്ള സ്നേഹത്തോടെയാണോ, ദൃഢതയോടുകൂടി, ദൃഢനിശ്ചയത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ ഈ തുച്ഛമായ ജീവിതത്തെ, തുച്ഛ ജീവനക്ക സുധാരിക്കുക, തുച്ഛ ജീവൻ എന്നാൽ ഈ ചെറിയ ജീവിതം, ഈ സ്മോൾ ലൈഫ് നിങ്ങൾ മെച്ചപ്പെടുത്തി, എൻ്റെ ജീവിതത്തെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു. സുധാരിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യുക, എൻ്റെ ജീവിതത്തെ നിങ്ങൾ മെച്ചപ്പെടുത്തി. അവർണ്ണനീയ, അത് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. मुझे जीवन की प्रत्येक घटना का स्मरण है कि तुमने जिस प्रकार अपनी देववाणी का उपदेश करके मेरा सुधार किया है. मुझे जीवन की प्रत्येक घटना का स्मरण, എനിക്ക് ജീവിതത്തിലെ ഓരോരോ സംഭവങ്ങളും ഓർമ്മയുണ്ട്. कि तुमने जिस प्रकार, നിങ്ങൾ എങ്ങനെയാണോ അപ്നി ദേവവാണി അതായത് നിങ്ങളുടെ ഈ ഉപദേശം, അതായത് അമ്മയെ ദേവി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, എൻ്റെ അമ്മ ദേവിയാണ്. അപ്പം അമ്മയുടെ വാക്കുകൾ എന്താണ്? ദേവവാണി, ദേവിയുടെ ശബ്ദം, അമ്മയുടെ വാക്കുകൾ ദേവവാണിയാണ്. ഈ ദേവവാണി, ആ അമ്മയുടെ ഈ ശബ്ദത്തിലൂടെ ഉപദേശിച്ചിട്ട് എന്നെ നിങ്ങൾ സുധാരിക്കുക, എന്നെ നിങ്ങൾ മെച്ചപ്പെടുത്തിയതാണ്, എനിക്ക് മാറ്റങ്ങൾ വരുത്തിയതാണ്. തുമാരി ദയാ സേ ഹി മേ ദേശ് സേവാ മേ സംലഗ്ന ഹോ സക. അമ്മേ, നിങ്ങളുടെ ദയ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ രാജ്യസേവനത്തിനായിട്ട് സംലഗ്ന ഹോ സക, അതായത് ഈ രാജ്യത്തോടുള്ള ഈ സേവനത്തിൽ ഞാൻ എൻഗേജ് ആയത്, അറ്റാച്ച് ആയത്, അതിൽ ചേർന്നത്. സംലഗ്ന ഹോന എന്ന് പറഞ്ഞാൽ അറ്റാച്ച് ആവുക, അതിലോട് ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ ഈ ദയ കൊണ്ട് മാത്രമാണ്. ധാർമ്മിക് ജീവൻ മേ ബി തുമാരേ ഹി പ്രോത്സാഹനെ സഹായതാദി. ധാർമ്മിക ജീവിതത്തിലും മതപരമായ ജീവിതത്തിലും നിങ്ങളുടെ പ്രോത്സാഹനം തന്നെയാണ് എന്നെ സഹായിച്ചത്. ജോ കുച്ച് ശിക്ഷ മേനെ ഗ്രഹൺ കി ഉസ്കാ ഭി ശ്രേയ തുമീ കോ ഹെ. ഞാൻ എന്തൊക്കെ അറിവുകളാണോ ഞാൻ ഗ്രഹിച്ചത്, പഠിച്ചത്, അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അമ്മയ്ക്ക് തന്നെയാണ്, നിങ്ങൾക്ക് തന്നെയാണ്. ശ്രേയ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ്, അതിൻ്റെയൊക്കെ ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. जिस मनोहर रूप से तुम मुझे उपदेश करती थी उसका स्मरण कर तुम्हारी मंगलमयी मूर्ति का ध्यान आ जाता है और मस्तक झुक जाता है. जिस मनोहर रूप से तुम मुझे उपदेश करती थी, എത്ര മനോഹരമായ രീതിയിലാണ് നിങ്ങൾ എന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്. ഉസ്കാ സ്മരൺ കർ, അത് ഓർമ്മിച്ചിട്ട് തുമാരി മംഗൾമയി മൂർത്തിക്ക ധ്യാൻ ആ ജാത്ത. അപ്പോൾ നിങ്ങൾ എന്നെ എത്ര നല്ല മനോഹരമായ രീതിയിലാണ് എന്നോട് ഉപദേശിച്ചു കൊണ്ടിരുന്നത്. അത് ഓർമ്മിക്കുമ്പോൾ നിങ്ങളുടെ ആ മംഗൾമയി, ആ മൂർത്തി, നിങ്ങളുടെ ആ രൂപത്തിൻ്റെ ഓർമ്മ എനിക്ക് വരുന്നു. എന്നിട്ട് തല കുനിഞ്ഞു പോകുന്നു, ഞാൻ പ്രണമിക്കുന്നു എന്നാണ് അമ്മയോട് ഇങ്ങനെ പറയുന്ന രീതിയിലാണ് കവി എഴുതുന്നത്. അമ്മയുടെ രൂപം എൻ്റെ മനസ്സിൽ, ദേവിയുടെ രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അപ്പോൾ എൻ്റെ മസ്തക് ജുഗ് ജാത്ത,
എൻ്റെ തല കുനിഞ്ഞു പോകുന്നു, ഞാൻ പ്രണമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തുമേ യദി മുझे ताड़ना भी देनी हुई तो बड़े स्नेह से हर बात को समझा दिया. നിങ്ങൾ അഥവാ എനിക്ക് എന്നെ ശിക്ഷിക്കണമെങ്കിൽ കൂടി താഡ്നാബി ദേനി ഹോം, താഡ്ന എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയണം, എങ്കിലും എന്നെ ശിക്ഷിക്കണം, എന്നെ അടിക്കണം എന്നൊക്കെ ഉണ്ട് എങ്കിലും തോ ബഡെ സ്നേഹി ഹർ ബാത് കോ സംജാദിയ, അപ്പോഴും എന്താ ചെയ്തത്, വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. എന്നെ അടിക്കാനുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും, എങ്കിലും എന്നോട് സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കിച്ച് തന്നു. യദി मैंने दृष्टतापूर्ण उत्तर दिया तब तुमने प्रेम भरे शब्दों में यही कहा कि तुम्हें जो अच्छा लगे वह करो, किंतु ऐसा करना ठीक नहीं, इसका परिणाम अच्छा न होगा. യദി മേനെ അഥവാ ഞാൻ ദൃഷ്ടതാപൂർണ്ണ എന്ന് പറഞ്ഞാൽ ധിക്കാരമായ രീതിയിൽ എന്തെങ്കിലും പറയുകയാണെങ്കിലും, ഉത്തരങ്ങൾ ഞാൻ ധിക്കാരമായ രീതിയിൽ അല്ലെങ്കിൽ നിന്ദ്യമായ രീതിയിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തബ് തുമ്നെ പ്രേം ഭരേ ശബ്ദോമേ, അപ്പോൾ നിങ്ങൾ സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകളാൽ യഹി കഹ, ഇതാണ് പറഞ്ഞത്, കി തുമേ ജോ അച്ഛാ ലഗെ, നിനക്ക് എന്താണോ നല്ലതായി തോന്നുന്നത്, വ കരോ, അത് ചെയ്തോളൂ, കിന്തു ഏസാ കർണ ടീക്ക് നഹി, അപ്പോൾ നിനക്ക് നന്നായിട്ട് തോന്നുന്നില്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ല. ഇസ്കാ പരിണാം അച്ചാന ഹോഗ, അതിൻ്റെ അനന്തരഫലം നല്ലതായിരിക്കില്ല. ജീവൻ ദാത്രി തുമ്നെ ഇസ് ശരീർ കോ ജന്മ ദേക്കർ കേവൽ പാലൻ പോഷൺ ഹി നഹി കിയ ബൽക്കി ആത്മിക് ധാർമിക് തഥാ സാമാജിക് ഉന്നതി में तुम्ही मेरी सदैव सहायक रही. जन्म जन्मांतर परमात्मा ऐसे ही माता थे. तुमने इस शरीर को जन्म देकर, നീ ഈ ശരീരത്തിന് ജന്മം നൽകിയിട്ട്, അതായത് എന്നെ ജനിപ്പിച്ചിട്ട്, കേവൽ പാലൻ പോഷൺ ഹി നഹി കിയ, എന്നെ നോക്കി വളർത്തുക മാത്രമല്ല ചെയ്തത്, പരിപാലിക്കുക മാത്രമല്ല ചെയ്തത്, ബൽക്കി കൂടാതെ ആത്മിക് എന്ന് പറഞ്ഞാൽ ആത്മീയമായ രീതിയിലും ധാർമ്മിക് മതപരമായ രീതിയിലും സാമൂഹികമായ രീതിയിലും ഉന്നതിമേ തുമേ മേരി സദൈവ സഹായകി, അതായത് ആത്മീയതയുടെയും മതത്തിൻ്റെയും പിന്നെ സാമൂഹികമായ എല്ലാ ഉന്നതിയിലും നിങ്ങളാണ് എന്നെ എപ്പോഴും സഹായിച്ചത്. സദൈവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും, ഹമേഷ, സഹായഗ്രഹി, എപ്പോഴും എനിക്ക് സഹായകമായിട്ട് നിന്നു. ജന്മജന്മാന്തർ പരമാത്മ ഏസേ ഹി മാതാ ദേ, ജന്മജന്മാന്തരങ്ങളിൽ പരമാത്മാവ് ഇങ്ങനെയൊരു അമ്മയെ തന്നെ നൽകണേ എന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാൻ സേ മഹാൻ സങ്കട്ട് മേ ബി തുമ്നെ മുझे അധീർ നഹി ഹോനെ ദിയ. മഹാൻ സേ മഹാൻ സങ്കട്ട്, അതായത് എത്ര വലിയ ദുഃഖങ്ങളിൽ പോലും നിങ്ങൾ എന്നെ അക്ഷമനാക്കിയില്ല. അധീർ നഹി ഹോനെ ദിയ എന്ന് പറഞ്ഞാൽ അക്ഷമനാക്കിയില്ല, ക്ഷമയോടുകൂടി അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. സദൈവ് അപ്നി പ്രേം ഭരി വാണി കോ സുനാത്തെ ഹുവേ മുझे സാന്ത്വന ദേത്തി രഹി. എപ്പോഴും തൻ്റെ സ്നേഹം നിറഞ്ഞ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ടേയിരുന്നു. സാന്ത്വന ദേത്തി രഹി എന്ന് പറഞ്ഞാൽ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു. തുമാരി ദയാ കി ഛായ മേ मैंने अपने जीवन भर में कोई कष्ट അനുഭവ് ന കിയ. നിങ്ങളുടെ ദയയുടെ ആ തണലിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടവും ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചില്ല. ഇസ് സംസാർ മേ മേരി കിസി ബി ഭോഗ് വിലാസ് തഥാ ഐശ്വര്യ കി ഇച്ഛ നഹി. ഈ ലോകത്തിൽ എനിക്ക് ഒരു കിസി ബി ഭോഗ് വിലാസ് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് ആൻഡ് ലക്ഷറി, അതായത് സുഖാനുഭവങ്ങൾ. ഭോഗ് വിലാസ് കിസി ബി ഭോഗ് വിലാസ് തഥാ ഐശ്വര്യക്ക് ഇച്ഛ നഹി. ഒരു തരത്തിലുള്ള സുഖ അനുഭവങ്ങളുടെയും അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെയോ ഒന്നും ആഗ്രഹം എനിക്കില്ല. ഇച്ഛ നഹി, ആഗ്രഹമില്ല. കേവൽ ഏക് ഇച്ഛ ഹെ, ഒരു ആഗ്രഹം മാത്രമാണുള്ളത്. വോ ഏക് ബാർ, അത് ഇതാണ്, ഒരു പ്രാവശ്യം ശ്രദ്ധാപൂർവക് ബഹുമാനത്തോടെ തുമാരെ ചരണോ കി സേവാ കർക്കെ, നിങ്ങളുടെ കാൽപാദങ്ങളെ സേവിച്ചുകൊണ്ട്, നിങ്ങളുടെ ചരണം എന്ന് പറഞ്ഞാൽ കാൽപാദങ്ങളെ സേവിച്ചുകൊണ്ട് അപ്പനെ ജീവൻ കോ സഫൽ ബനാ ലേത്ത,
എൻ്റെ ജീവിതത്തെ സഫലമാക്കണം. കിന്തു യ ഇച്ഛ പൂർണ്ണ ഹോത്തി നഹി ദിക്കായി ദേത്തി. പക്ഷേ ഈ ആഗ്രഹം പൂർണ്ണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. और तुम्हें मेरे मृत्यु की दुख भरी खबर सुनाई जाएगी. അതുകൂടാതെ നിങ്ങൾക്ക് എൻ്റെ മരണത്തിൻ്റെ ദുഃഖം നിറഞ്ഞ ആ വാർത്ത കേൾക്കേണ്ടി വരും, കേൾക്കാനിടയാകും. മാ മുझे विश्वास है कि तुम ये समझकर धैर्य धारण करोगी कि तुम्हारा पुत्र माताओं की माता या भारत माता की सेवा में अपने जीवन को बलि देवी की भेंट कर गया और उसने तुम्हारी कोख कलंकित न की. अपनी प्रतिज्ञा पर दृढ़ रहा. അതായത് മുझे വിശ്വാസ, എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കും, എന്നിട്ട് ധൈര്യം സംഭരിക്കും. ധൈര്യധാരൻ കരോഗി എന്ന് പറഞ്ഞാൽ ധൈര്യം സംഭരിക്കും. കി തുമാരാ പുത്ര, നിങ്ങളുടെ മകൻ, മാതാവോങ്കി മാതാ ഭാരത് മാത, അമ്മമാരുടെ അമ്മയായ ഭാരത മാതായുടെ സേവയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഭാരതത്തിന് വേണ്ടിയിട്ട്, ഭാരത മാതാക്ക് വേണ്ടിയിട്ട് അപ്പനെ ജീവൻകോ, തൻ്റെ ജീവിതത്തെ ബലിയർപ്പിച്ചിരിക്കുകയാണ്. ബലിദേവിക്ക് ബേണ്ട് കറുകയ, തൻ്റെ ജീവിതത്തെ ബലിയർപ്പിച്ച് ഇരിക്കുകയാണ്. അവർ ഉസ്നെ തുമാരി കോക്ക് കളങ്കി തിന്നാക്കി അപ്പനി പ്രതിജ്ഞ പർ ദൃഢ രഹ. അതുകൂടാതെ നിങ്ങളുടെ മകൻ, നിങ്ങളുടെ കോക്ക് എന്ന് പറഞ്ഞാൽ പേട്ട് അല്ലെങ്കിൽ ഗർഭാശയ എന്നാണ് അർത്ഥം. അതായത് നിങ്ങളുടെ ജനനം നൽകിയ ആ വയറിനെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടില്ല. കോക്ക് കളങ്കി തിന്നാക്കി, ജന്മം നൽകിയ ആ വയറിനെ കളങ്കപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പം ഈ പ്രതിജ്ഞാപർ ദൃഢ, തൻ്റെ ശബ്ദത്തിൽ ദൃഢമായി നിന്നു. ജബ് സ്വാധീൻ ഭാരത് का इतिहास लिखा जाएगा तो उसके किसी पृष्ठ पर उज्ज्वल अक्षरों में तुम्हारा भी नाम लिखा जाएगा. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഹിസ്റ്ററി എഴുതുമ്പോൾ, ഇതിഹാസം എഴുതുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പേജിൽ, പേജിൽ ഉജ്ജ്വൽ അക്ഷരം, തിളങ്ങുന്ന അക്ഷരങ്ങളാൽ നിങ്ങളുടെ പേരും എഴുതിയിട്ടുണ്ടാകും എന്ന് ബിസ്മിൽജി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ സത്യമാണ്, നമ്മളിപ്പോൾ അമ്മയെക്കുറിച്ച് വായിക്കുന്നില്ലേ, അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. ഗുരു ഗോവിന്ദ് സിംഗ് ജി की धर्मपत्नी ने जब अपने पुत्रों की मृत्यु की खबर सुनी तो बहुत प्रसन्न हुई थी. गुरु गोविंद सिंह जी की धर्मपत्नी, അപ്പോൾ ഗുരു ഗോവിന്ദ് സിംഗ് ജിയുടെ ഭാര്യ തൻ്റെ മക്കളുടെ മരണവാർത്ത കേട്ടപ്പോൾ സന്തോഷവതിയായിരുന്നു. ആരാണ് ഗുരു ഗോവിന്ദ് സിംഗ്? ഗുരു ഗോവിന്ദ് സിംഗ് ജി വാസ് 10th ആൻഡ് ലാസ്റ്റ് ഹ്യൂമൻ സിഖ് ഗുരു. അതായത് 10ാമത്തെയും അവസാനത്തെയും സിഖ് ഗുരു ആയിരുന്നു ഗുരു ഗോവിന്ദ് സിംഗ്. ഹി വാസ് എ വാരിയർ, പോയറ്റ് ആൻഡ് ഫിലോസഫർ. അദ്ദേഹം ഒരു യോദ്ധാവും പിന്നെ കവിയും ഒരു തത്വചിന്തകനും ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ മക്കളുടെ പുത്രോക്കി, അതായത് മക്കളുടെ മരണവാർത്ത കേട്ടപ്പോൾ സന്തോഷവതിയാവുകയായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ അവർ ഗുരു കെ നാം പർ, ഗുരുവിൻ്റെ പേരിൽ ധർമ്മരക്ഷാർത്ഥ, മതത്തെ രക്ഷിക്കാനായിട്ട് അപ്പനെ പുത്രോക്കെ ബലിദാൻ പർ, തൻ്റെ മക്കളുടെ ബലി കൊടുത്തതിൽ ആ പേരിൽ മധുരവും വിതരണം ചെയ്തിരുന്നു. ജന്മദാത്രി वर दो कि अंतिम समय भी मेरा हृदय किसी प्रकार विचलित न हो. അപ്പോൾ ജന്മം നൽകിയ മാതാവേ, ജന്മദാത്രി, എനിക്ക് വരം നൽകണം. അവസാന സമയത്തിലും എൻ്റെ മനസ്സ്, മേരാ ഹൃദയ കിസി പ്രകാർ വിചലിത് ന ഹോ, എൻ്റെ മനസ്സ് ഒരു രീതിയിലും വിചലിത് ന ഹോ. വിചലിത് എന്ന് പറഞ്ഞാൽ ഞാൻ ഭട്കെ, അതായത് ശ്രദ്ധ തിരിഞ്ഞു പോയത്, എൻ്റെ മനസ്സ് മാറിപ്പോയരുത്, ചഞ്ചലമാവരുത്. ഓർ തുമാരെ ചരൺ കമലോങ്കോ പ്രണാം കർ, കൂടാതെ നിങ്ങളുടെ ഈ പാദങ്ങളെ, താമരപ്പൂക്കളാകുന്ന പാദങ്ങളെ പ്രണമിച്ചുകൊണ്ട് മേ പരമാത്മാക്ക സ്മരൺ കർത്താ ഹുവ, ഞാൻ പരമാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ശരീർ ത്യാഗ് കരും, എൻ്റെ ശരീരത്തെ ത്യജിക്കട്ടെ എന്ന് രാംപ്രസാദ് ബിസ്മിൽജി തൻ്റെ ആത്മകഥയിൽ എഴുതിയതാണ്. രാംപ്രസാദ് ബിസ്മിൽ.